ഹായ് ഗൈസ്, നമ്മുടെ ചാനലിലെ മറ്റൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും വീണ്ടും സ്വാഗതം. നമ്മളിന്ന് ചെയ്യാൻ പോകുന്നത് വെനില ഫ്ലേവർ കേക്ക്. വീഡിയോ കാണുന്നതിന് മുമ്പ് സബ്സ്ക്രൈബ് ചെയ്യുക, താഴെയുള്ള ബെൽ അമർത്തി ചെയ്യുക. നമ്മൾ ഈ കേക്ക് ഉണ്ടാക്കാൻ പോകുന്ന സാധനം 1.5 കപ്പ് മൈദപ്പൊടി, പിന്നെ 1/4 ടീസ്പൂൺ സോഡപ്പൊടി ഇട്ടിട്ടുണ്ട്, പിന്നെ ടേസ്റ്റിന് വേണ്ടി 1/4 ഉപ്പാണ്. ഇതിൽ നിന്നും 1 ടീസ്പൂൺ ഞാൻ ബേക്കിംഗ് പൗഡർ ഇട്ടിട്ടുണ്ട്. 3 പ്രാവശ്യം ഇതിലിട്ട് ഞാൻ ഇങ്ങനെ അരിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഞാൻ പഞ്ചസാര പൊടിയാക്കുകയാണ്. മുട്ട പൊടിച്ച് ഇതിലേക്ക് ഇടുകയാണ്. പൊടിയാക്കിയത് മുട്ട മിക്സ് ചെയ്തെടുക്കാൻ നിങ്ങൾ ഇട്ട് പോകുകയാണ്. 1 ടീസ്പൂൺ വെനില ഇട്ടോടും. ആവശ്യത്തിന് പാല്, മുട്ട അതിൽ കാണിച്ചത് മിക്സ് ചെയ്ത് ഇതിലേക്ക് വയ്ക്കും. പട്ട് മിക്സ് ചെയ്ത മൈദപ്പൊടി അതിൽ ഇതിലേക്ക് നല്ല മെല്ലെ ഞാൻ ഇത് നേരിൽ ഗീ തേക്കേണ്ടതാണ്. മാത്രം ഞാൻ എനിക്ക് സൺഫ്ലവർ ഓയിൽ ഇട്ടിട്ട് സെറ്റാക്കി പേപ്പറെല്ലാം ഇട്ടിട്ട് അപ്പം ഞാനിപ്പോൾ ആക്കിയ മാവിന് എനിക്ക് നേരെ ഇട്ടുണ്ട്. ഇങ്ങനെ അരച്ചു കൊടുക്കണം, ഇല്ലെങ്കിൽ പുളിയിൽ ഗുള്ള വരും. ഇങ്ങനത്തെ പൊട്ട അങ്ങനെ പൊടി പിടിച്ച് വരും കാള് പൊട്ടുന്ന വരെ. ഇത് ചൂടാന് വേണ്ടി ഞാൻ 10 മിനിറ്റ് മുമ്പ് ഞാൻ ഇതിൽ വെച്ചിട്ടുണ്ട്. അത് നമ്മൾ 40 മിനിറ്റ് കഴിഞ്ഞ ശേഷം നമ്മൾ ഇത് തുറന്നു നോക്കാം. അപ്പോൾ നമ്മളിൽ ക്രീം അടിക്കാൻ വേണ്ടിയിട്ട് ബീറ്ററില്ല, അതുകൊണ്ട് നമ്മൾ ഐസ് ക്യൂബ് വെച്ച് ഇങ്ങനെ ക്രീം ഉണ്ടാക്കുകയാണ്. ഇത് വിപ്പിംഗ് ക്രീമാ, ഫിയോണ കമ്പനി. കമ്പനി ആയാലും മോശമില്ല. അപ്പോൾ നമ്മൾ ഇതിന് ഒഴിച്ചു കൊടുക്കുന്നു. മിക്സ് ചെയ്യുന്നു. 5 സ്പൂൺ പഞ്ചസാര പൊടിച്ചതിടുന്നു. ഒരു സ്പൂൺ വെനില എസൻസ് ഇടുന്നു. കേക്ക് റെഡി ആയിട്ടുണ്ട്. സ്മൂത്ത് വലുണ്ട്, നൈറ്റി സോഫ്റ്റ്. പിന്നെ ഇത് കേക്കിന്റെ ക്രീം എല്ലാം മണപ്പിച്ചപ്പോൾ നേരാവും. കേക്ക് 4 ലെയറായി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഞങ്ങൾ പഞ്ചസാര വെള്ളം ഇത് ഒഴിച്ചു കൊടുക്കുന്നു. ഞാനിതിനെ ഇതിലേക്ക് ഇങ്ങനെ ക്രീം തേച്ച് കൊടുക്കുന്നു. അപ്പോൾ നമ്മുടെ കേക്ക് അടിപൊളി സംഭവമാണ്. നമ്മുടെ ബ്ലാക്ക് ഫോറസ്റ്റ് വെനില ഫ്ലേവേഴ്സ് കേക്കാണ്. കേക്ക് അടിപൊളിയായിട്ടുണ്ട്. അടുത്ത വീഡിയോ നോക്കുന്നത് വരെ എല്ലാവർക്കും ഗുഡ് ബൈ.